Hi dear all, it's me Angel Mohan. Welcome to another episode of Awesome Live. ഇന്ന് നമ്മളുടെ കൂടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാനും കാണിച്ചു തരാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ളത് ആസ് യൂഷ്വൽ ആദർശ്, അതുപോലെ തന്നെ എൻ്റെ അനദർ ഫസ്റ്റ് കസിനാണ് കിച്ചു. ഒരു ഹായ് പറ കിച്ചു. ഹായ്. യാ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചൂരൽമല എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ്. ചൂരൽമല എനിക്കൊരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഏരിയ അല്ല, കാര്യം ഞാൻ ജനിച്ച് വളർന്ന ഒരു ഏരിയയാണ് ചൂരൽമല. ജസ്റ്റ് ഞാൻ കുറേ കാലമായിട്ട് ആലോചിക്കുന്നു എൻ്റെ നാടിനെ പറ്റി ഒരു വ്ളോഗ് ചെയ്യണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണം, അവിടുത്തെ ഒരു ക്ലൈമറ്റും ആ ഒരു ഭംഗിയും എന്താ പറയുക ഒക്കെ കൂടെ ഒന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് അതങ്ങ് കാണിക്കാൻ വേണ്ടി ഇറങ്ങി. ഇതാ ഞാനിപ്പോൾ ചൂരൽമല കഴിഞ്ഞ് മുണ്ടക്കായി പോകുന്ന റൂട്ടിലാണ് ഉള്ളത്. ഇവിടെ ചൂരൽമല കഴിഞ്ഞാൽ റോഡ് രണ്ടായിട്ട് ഡിവൈഡ് ആവുന്നുണ്ട്. ഒന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മുണ്ടക്കായി, ഒരു 3-4 കിലോമീറ്റർ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ എൻഡാണ് മുണ്ടക്കായി. ചൂരൽമലയിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് വന്നു കഴിഞ്ഞാൽ അട്ടമല. അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് ഭാഗങ്ങൾ ഇവിടെ ഉള്ളത്. രണ്ട് ഭാഗത്ത് ഒരുപാട് റിസോർട്ടുകളുണ്ട്, കാണാൻ ഒരുപാട് ഏരിയ ഉണ്ട്, ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകളുണ്ട് രണ്ട് ഭാഗത്തും. നമ്മൾ വെറുതെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ കാഴ്ചയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മുണ്ടക്കായ് റോട്ടിലേക്ക് പോയിട്ട് അവിടെ വെള്ളാരം പാറ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, സെൻറ്റിനൽ റോക്ക്, കാവൽക്കാരൻ പാറ നമുക്ക് കാണാം. ആ പാറയുടെ പുറകിലുള്ള ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു എൻ്റെ ഒരു ഓർമ്മ പുതുക്കലും കൂടി ആകുമല്ലോ. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഇതാണ് ചൂരൽമല ടൗണ്. ഇവിടുത്തെ ആളുകൾ ആശ്രയിക്കുന്ന ഒരേ ഒരു ടൗണാണിത്. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം കിട്ടും, അതുപോലെ തന്നെ എല്ലാ സർവീസും ഇവിടെ അവൈലബിൾ ആണ്. യാതൊരുവിധ പ്രോബ്ലങ്ങളൊന്നുമില്ലാതെ തോട്ടം തൊഴിലാളി മേഖലയിലെ ഒരു വൺ ഓഫ് ദ ടൗണാണ്. ടൗൺ ക്രോസ് ചെയ്ത് നമ്മൾ വെളിയിലേക്ക് വന്നാൽ നമുക്ക് വഴി രണ്ടായിട്ട് ഡിവൈഡ് ആവുന്നു. ലെഫ്റ്റിലേക്ക് പോയാൽ അട്ടമല എന്ന ഏരിയയിലേക്ക് പോവാം, റൈറ്റിലേക്ക് സ്ട്രെയിറ്റ് വന്നു കഴിഞ്ഞാൽ മുണ്ടക്കായി, ഒരു 3 കിലോമീറ്റർ മുണ്ടക്കായി. നമ്മളിപ്പോൾ ആദ്യം മുണ്ടക്കായി ഭാഗത്തേക്ക് പോകാം. ഒത്തിരി ഭംഗിയുള്ള രസകരമായ കാഴ്ചകളുണ്ട് റോഡിൻ്റെ ഇരുഭാഗത്തുമായിട്ട്. നമുക്ക് കുറച്ച് നേരം ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വ്യൂ. ഫ്രണ്ട്സ്, ഇതാണ് ഇവിടെ നിന്ന് നമ്മൾ മുണ്ടക്കായിലേക്ക് പോകുന്ന റോട്ടിൽ ഉള്ള കാഴ്ച. എന്ത് രസമാണെന്ന് നോക്കിയാൽ, മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. വയനാട് എവിടെ വന്നാലും പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, വണ്ടിയൊക്കെ വരുന്നത് കണ്ടോ. ഇത് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ, ഇപ്പം അവിടെയൊക്കെ ഒരുപാട് ഏലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന ആളുകളാണ്. നല്ല രസമുള്ള കാഴ്ച കേട്ടോ. ഇവിടെ നിന്ന് ഇതിപ്പം നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്ന തേയിലച്ചെടിയൊക്കെ ക്രോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് പുതിയ തളിരൊക്കെ വരും, അതാണ് പറിച്ചെടുക്കുന്നത് ചായച്ചെടിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നതിനൊക്കെ ഓൾറെഡി തളിര് വന്നു, ഇതിഞ്ഞ് പറിക്കണം. അതും ഇനി കുറച്ച് കഴിയുമ്പോൾ ക്രോപ്പ് ചെയ്യും. ഇതെല്ലാം കൂടെ ഒരു പച്ചപ്പിൽ നിന്നാണ്ടല്ലോ, ഒരു അസാധ്യ ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ മുന്നിൽ കാണുന്ന ആ സഹ്യ മലനിരകൾ, നമ്മൾ ആ ചുരം മുതൽ തുടങ്ങിയതാണ്, അത് റൗണ്ട് ചെയ്ത് വരുന്ന ഒരു മലനിരകളാണിത്. അങ്ങ് ദൂരെ ഒരു പാറ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. അതാ ആ വൈറ്റായി കാണുന്ന പാറ, അതാണ് വെള്ളാരം പാറ എന്ന് പറയുന്നത്. സെൻറ്റിനൽ റോക്ക് എസ്റ്റേറ്റ് എന്ന് പേര് വരാൻ കാരണം ആ ഒരു പാറയാണ്. അതിൽ ബോർഡൊക്കെ വെച്ചിട്ട് നമുക്ക് അടുത്ത് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും. അതിൻ്റെ പുറകിലുള്ള ക്വാർട്ടേഴ്സിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. എൻ്റെ ഏജ് അറൗണ്ട് ഒരു 13 വയസ്സാകുന്നവരെ ഞാനൊക്കെ അവിടെയാണ് താമസിച്ചത്. എൻ്റെ അച്ഛൻ ഈ തേയില തോട്ടത്തിലെ സൂപ്പർവൈസറായിരുന്നു, അമ്മ ഇവരുടെ തന്നെ സ്കൂളിലെ ടീച്ചറും. അങ്ങനെ ഇവിടെ നിന്നാണ് എൻ്റെ ഒരു തുടക്കം. ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുകയായിരുന്നു എൻ്റെ നാട്ടിലേക്ക് വരണം, എൻ്റെ നാടിൻ്റെ ഭംഗിയൊന്ന് നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പോൾ അറൗണ്ട് ഒരു 15-16 വർഷമായി ഞങ്ങൾ ഇവിടുന്ന് മാറി ടൗൺ ഏരിയയിലാണ് താമസിക്കുന്നത്. മേപ്പാടി എന്ന് പറയും. അവിടെ പുതിയ വീട് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഒരു ചെറുപ്പകാലത്തെ ഓർമ്മകൾ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്, ഈ നാട്ടിൽ തന്നെയാണ്. അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു നാടാണ്, അത്രയ്ക്ക് ഭംഗിയുള്ളൊരു ഏരിയ ആണ്. ടൂറിസ്റ്ററൊക്കെ വരുമ്പോൾ ഒരുപാട് വരുന്നൊരു ഏരിയ കേട്ടോ ഇത്. ആ ബാക്കിൽ കാണുന്ന ആ വീട് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും, ഞാൻ എവിടെയെല്ലാം എത്തിക്കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ സാധിക്കില്ല അവിടുത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ. നമുക്ക് അടുത്ത് പോയിട്ട് കാണാം ആ വീടും ആ വെള്ളാരം പാറയും ഒക്കെ. ഒരുപാട് ഓർമ്മകൾ എനിക്ക് തരുന്ന ഒരു ഏരിയയാണിത്. മുന്നോട്ട് പോകുന്തോറും വെള്ളാരം കല്ല് നമ്മുടെ മുന്നിൽ അങ്ങനെ വലുതായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വഴികളൊക്കെ ഇപ്പോഴും
വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നു. കണ്ടോ, അതാണ് ആ പാറ. ചെറുപ്പകാലത്തൊക്കെ ഉണ്ടല്ലോ ഈ പാറയുടെ മുകളിലൂടെ കയറി നടന്ന് ഓടി കളിച്ചൊക്കെയാണ് വളർന്നത്. ഇപ്പം അത് വെറും ഓർമ്മകൾ മാത്രമായി. അതിൻ്റെ പുറകിലുള്ള ക്വാർട്ടേഴ്സിൽ, ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ വേറെ ആരൊക്കെയാണ് താമസിക്കുന്നത്, അങ്ങോട്ടൊന്നും കയറാൻ സാധിക്കില്ല ഇപ്പോൾ. മുൻപ് ഈ പാറയുടെ പുറത്ത് ഇങ്ങനെ എഴുതിയിട്ടില്ലായിരുന്നു, ഇപ്പോൾ അത് റീസെൻ്റായിട്ട് വെച്ചതാണ്. സെൻറ്റിനൽ റോക്ക് എസ്റ്റേറ്റ്, അതായത് കാവൽക്കാരൻ പാറ എന്നാണ് അർത്ഥം. ബ്രിട്ടീഷുകാരിട്ട പേരാണ്, ആ കാലം മുതലേ പിന്തുടർന്നു വന്ന ഒരു പേരാണത്. എൻ്റെ ഒരു ചെറുപ്പകാലത്തെ സൂപ്പറായിട്ടുള്ള ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലമാണിത്. ഒരു പ്രാവശ്യം കൂടെ എങ്ങനെ വരാൻ സാധിച്ചതിലും നമ്മുടെ ഫ്രണ്ട്സിന് ഇത് കാണിക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങോട്ട് കയറിപ്പോകാൻ നിർവാഹമില്ല, ആ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ എത്ര തവണ ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്നാണല്ലോ. അടിപൊളിയായിട്ട് ആ ഒരു കുട്ടിക്കാലമൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വെള്ളാരം പാറ എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. പ്യുവർ വൈറ്റ് കളറിലുള്ളൊരു പാറയാണ്, അതാണ് ഇതിനെ വെള്ളാരം പാറ, വെള്ളാരം കല്ല് എന്ന് വിളിക്കുന്നത്. അത് കണ്ടോ, അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടോ, നല്ല രസമല്ലേ. ഏതോ കാലത്ത് ഉരുൾപൊട്ടൽ ഒലിച്ചു വന്ന പാറക്കൂട്ടങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ കാണുന്ന മരം ഉണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു ചെറിയ പ്ലാന്റ് ആയിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കയറുന്ന സമയത്ത് ഞാനത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ കാലങ്ങൾ, കുറേ വർഷങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ ആ പാറയ്ക്ക് തണലേകുന്ന രീതിയിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ആ മരം അതിൻ്റെ ടോപ്പിൽ. അടുത്ത് നമുക്കൊരു ബോർഡ് കാണാം, ഹാരിസൺ മലയാളം ലിമിറ്റഡ്, സെൻറ്റിനൽ റോക്ക് എസ്റ്റേറ്റ്, മുണ്ടക്കായ് ഡിവിഷൻ. ഇവിടുന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുണ്ടക്കായ് ആണ്. ഇത് ഹാരിസൺ മലയാളത്തിൻ്റെ ടീ പ്ലാന്റേഷനാണ് ഇവിടെ മാത്രമല്ല, അതിപ്പോൾ എൻ്റെ നേരെ ബാക്കിലെല്ലാം അവരുടെ ടീ പ്ലാന്റേഷനാണ്. ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ അവർ നട്ട് വളർത്തിയ ഒരു പ്ലാന്റേഷനാണ്. ഇപ്പോഴും അത് വളരെ ഭംഗിയായിട്ട് ഒരുപാട് ആളുകൾക്ക് ജോലിയൊക്കെ കൊടുത്ത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര രസമാണ് കേട്ടോ, ഒരുപാട് ഭംഗിയാണ്. എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല, എന്നാലും പറഞ്ഞു പോവാണ്. അപ്പം ടൂറിസ്റ്റുകൾക്കൊക്കെ ഇവിടെ ഈസി ആയിട്ട് വന്ന് കണ്ടു പോകാം. റോഡിൻ്റെ സൈഡിൽ തന്നെ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇത് ഇവിടെ ഫുട്ബോളും അതുപോലെ അങ്ങനെ പിള്ളേർ കളിക്കുന്ന, അല്ലെ രാവിലേക്ക് എക്സസൈസ് ചെയ്യുന്ന ഗ്രൗണ്ടൊക്കെയാണ്. കിച്ചുവൊക്കെ കളിക്കുന്ന, സ്ഥിരമായിട്ട് കളിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത്. കിച്ചു വരാറുണ്ട് ഇവിടെ? വരാറുണ്ട്. അത് ഇതിൻ്റെ ഒരു ഭംഗി, ആ ഗ്രൗണ്ടിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ കാണുന്ന പുഴ കണ്ടോ, അതിനൊരു പേര് പറയുമല്ലോ, ഇത് മാങ്കുണ്ട്. ഇതാണ് മാങ്കുണ്ട്. കുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴി എന്നാണ് അർത്ഥം. അപ്പോൾ അതൊരു ഞങ്ങളുടെ ഇവിടുത്തെ ലാംഗ്വേജിൽ പറയുന്നതാണ് മാങ്കുണ്ട്. സ്കൂൾ കുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്കൂളുണ്ട്, ഹൈസ്കൂളുണ്ട്. ഇപ്പോൾ ഹൈസ്കൂളായി. പണ്ട് അത് പ്രൈമറി സ്കൂളായിരുന്നു. അവിടെയുള്ള കുഴി, വെള്ളം ഒഴുകുന്ന കുഴി, അതാണ് സ്കൂൾ കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പുറകിലുള്ള ഈ സ്ഥലം, ആ റെഡ് ഒക്കെ കാണാം, മണ്ണ് ഇടിഞ്ഞു വന്നത്. അത് കഴിഞ്ഞ പ്രളയത്തിൽ, ഒരു വർഷം മുമ്പുള്ള ആ പ്രളയത്തിൽ വന്ന വെള്ളത്തിലുണ്ടായതാണത്. ഇടിഞ്ഞു, ഒരുപാട് സ്ഥലങ്ങൾ ഇടിഞ്ഞു പോയി. അതുപോലെ തന്നെ ചെറിയൊരു പുഴയായിരുന്നു, ഇത്ര ഒന്നും വലിപ്പമുള്ള പുഴയായിരുന്നില്ല. അതാ ആ കുത്തൊഴുക്കിൽ, വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇപ്പോൾ അത് ഭയങ്കര വീതിയായിപ്പോയി. ഈ വർഷം എന്താകും എന്നുള്ളത് എല്ലാവരും പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത്രത്തോളം കഴിഞ്ഞ വർഷം ആളുകളെ ഭീതിയിലാഴ്ത്തി ഈ പുഴയെന്ന് വന്ന വെള്ളമൊക്കെയാണ് താഴെ എന്താ പറയുക, ഒരുപാട് വീടുകൾ വെള്ളത്തിനടിയിലാകാനൊക്കെ കാരണമായത്. ഇതിലൂടെ ഈ മലയിൽ നിന്ന് ഒലിച്ചു വരുന്ന ഈ പുഴയിലൂടെ പോയ വെള്ളമാണ്. ആ പുഴ കണ്ടോ, ഇപ്പം അതിനകത്ത് പാറകളൊക്കെ കാണാം വെളുത്തിട്ട്. കാര്യം ഇത് അവിടെ നിന്ന് ഒഴുകി വന്നാണ്, ആ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വന്ന ആ പാറകളാണത്. കൊച്ചു പാറകളാണ്, പക്ഷെ നല്ല റൗണ്ട്, നല്ല ഷേപ്പിലാട്ടോ. ആളുകളൊക്കെ അതിങ്ങനെ പെറുക്കി കൊണ്ടാകാറുണ്ട് വീടുകളിലൊക്കെ അലങ്കാരത്തിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ആ ഏരിയ മൊത്തം വെള്ളം കുത്തി ഒലിക്കുകയായിരുന്നു. മഴയിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ ഫോഴ്സ് നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. കണ്ടോ, ആ ഇടിഞ്ഞു വന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ മണ്ണിടിഞ്ഞു വന്നിട്ട് ആ ഗ്രൗണ്ടൊക്കെ ശരിക്കും പകുതിയോളം മൂടി. ഇപ്പം അത് മണ്ണ് എടുത്തു പോയതാണ്. നേരിട്ട് വന്ന് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവുള്ളൂ. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇനിയിപ്പോൾ എന്തായാലും ഈ മഴയ്ക്കും ഇനിയും ഒരുപാട് ഇടിയും, അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇതാണ് ആ പുഴ. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ആ കാണുന്ന മലനിരകളാണ്. അതിൻ്റെ മുകളിൽ മഴ പെയ്താൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മഴയില്ലെങ്കിൽ പോലും വെള്ളം കുത്തി ഒലിച്ചു വരും. അത്രയ്ക്കൊരു ഡേഞ്ചറാണ്. അതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലവുമാണ്. ജനിച്ചു വളർന്ന വീടും ആ സ്ഥലവും ആ പാറയൊക്കെ കണ്ടപ്പോഴേ മനസ്സിൽ വരുന്ന പാട്ട് ഏതാണെന്നറിയോ? ഓർമ്മകൾ ഓർമ്മകൾ ഓലക്കുഴലൂതി സമയമായ മുനയും പിറകിലേക്കൊഴുകിയോ
മധുരമണിനാദം. അങ്ങനെ നമ്മുടെ ആ പാറയും അതുപോലെ തന്നെ ആ ക്വാർട്ടേഴ്സിൻ്റെയും കുറച്ച് ഓർമ്മകളൊക്കെ അയവിറക്കി മനസ്സിൽ ഒരു എന്തെന്നില്ലാത്തൊരു സന്തോഷവും ഒരു ഫീലും, ഒരു ഡിഫറെൻറ്റ് ഫീല്. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. മുണ്ടക്കായി എന്ന് പറഞ്ഞ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയി അവിടുത്തെ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണാം. മുണ്ടക്കായി എന്ന ഗ്രാമത്തിലേക്കുള്ള ഓട്ടത്തിലാണിപ്പോൾ. നമ്മൾ പോകുന്ന വഴിയിലാണ്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഇപ്പോഴും റണ്ണിങ്ങിലുള്ള ഒരു ഫാക്ടറി കാണാം. ഇവിടെ നിന്ന് പറിച്ചെടുക്കുന്ന തേയില അവിടെയാണ് പ്രോസസ്സ് ചെയ്ത് ടീ ഡസ്റ്റായിട്ട്, തേയിലപ്പൊടിയായിട്ട് മാറ്റുന്നത്. ഹാരിസൺ മലയാളം സെൻറ്റിനൽ റോക്ക് ടീ പ്ലാന്റേഷൻ്റെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫാക്ടറി, ടീ ഫാക്ടറിയാണ്. അതിൻ്റെ എൻട്രൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. വിത്തൗട്ട് പെർമിഷൻ നമുക്ക് ഇൻസൈഡ് അലൗഡ് അല്ല. ഒരു ദിവസം നമുക്ക് പെർമിഷനൊക്കെ എടുത്തിട്ട് വരാം. വിശദമായിട്ട് തന്നെ കാണാനുണ്ട്. ഇവിടെ നിന്ന് പറിച്ചെടുക്കുന്ന ഈ തേയില ചെടികൾ, അതിൻ്റെ ഇലകൾ വളരെ ശാസ്ത്രീയമായി പ്രോസസ്സ് ചെയ്ത് തേയില പൊടിയായിട്ട്, ടീ ഡസ്റ്റായിട്ട് മാറ്റുന്നു. ഇവിടുന്ന് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയുള്ള ടീ ഡസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. വളരെ പുരാതനമായൊരു ഫാക്ടറിയാണ്. എൻ്റെ അമ്മയുടെ അച്ഛനൊക്കെ വർക്ക് ചെയ്തത് ഈ ഫാക്ടറിയിലാണ്. ഒരുപാട് ആളുകൾ ഇപ്പോഴും അതിനകത്ത് ജോലി ചെയ്യുന്നു. പുറമേ നിന്ന് ഫാക്ടറിയുടെ കൂടുതൽ വിഷ്വൽസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. കാട് മൂടി കിടക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ടുവേർഡ്സ് മുണ്ടക്കായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ്. ആ തേയില ചെടികൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള ഭാഗങ്ങളൊക്കെ ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിൽ നിന്ന് പലപ്പോഴും മൃഗങ്ങളും അതുപോലെ തന്നെ പാമ്പും കാര്യങ്ങളൊക്കെ ഈ തേയില ചെടിയിലേക്ക് ഇറങ്ങും. ആ ഓബ്സ്റ്റിക്കിൾസൊക്കെ തരണം ചെയ്തിട്ടാണ് ഇവിടുത്തെ തൊഴിലാളികൾ ആ തേയില പറിക്കുന്നത്. അത്രയും അപകടകരമായ രീതിയിലാണ് അവരവരുടെ ജീവിതം പുലർത്തി പോരുന്നത്. എന്തോരം പഴയ എസ്റ്റേറ്റാണെന്നറിയാം. ഒരുപാട് ആളുകൾ ജോലി ചെയ്ത, ഒത്തിരി തലമുറകൾ ജോലി ചെയ്ത ബ്രിട്ടീഷുകാരുടെ പാരമ്പര്യമുള്ള ഒരു എസ്റ്റേറ്റാണ്. നമ്മൾ മുൻപോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലനിരകളൊക്കെ കാണാൻ സാധിക്കും. അതിൽ ഒരു മലയുടെ മുകളിലൊരു അമ്പലമുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പം ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻപിലായിട്ട് നമുക്ക് കാണാം മുണ്ടക്കായ്. മുകളിലേക്ക് കയറിയപ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടിയിലൊക്കെ വെള്ളത്തുള്ളികൾ വീണ കാരണം വിഷ്വൽസ് പ്രോപ്പറാകുന്നില്ല. കണ്ടോ, ആ മലമുകളിൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. മുണ്ടക്കായിലേക്ക് നമ്മൾ എൻട്രി ചെയ്തു. ഇവിടുത്തെ ഒരു ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു സീതമ്മക്കുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്ന ആ ബോർഡ് അവിടേക്കുള്ള ഒരു ബോർഡായിരുന്നു. ഇപ്പോൾ അത് ഒരു കോഷൻ ബോർഡായി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ കുളിക്കാനിറങ്ങിയ 3 പേരിൽ ഒരാൾ മരണപ്പെട്ടു റീസെൻ്റായിട്ട്. അതിനുശേഷം അങ്ങോട്ടേക്ക് ആരെയും അനുവദിക്കുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു കോഷൻ ബോർഡാണ്. ഈ സിറ്റുവേഷനിൽ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞതാ മുന്നോട്ട് മുണ്ടക്കായി എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ ടൗണിലേക്കാണ് എത്തി നിൽക്കുന്നത്. 2 സൈഡിലൊക്കെ ആയിട്ട് ചെറിയ കടകളും അതുപോലെ തന്നെ ചായക്കടകളും തയ്യൽ ഷോപ്പുകളും ബാർബർ ഷോപ്പുകളൊക്കെ നമുക്ക് കാണാം. വളരെ കൊച്ചു ടൗണാണ് കേട്ടോ. ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. എന്നാലും വലിയ ഒച്ചയും ബഹളങ്ങളൊന്നുമില്ല. ഇതാണ് മുണ്ടക്കായുടെ എൻഡ്. ഇവിടം വരെ ബസ് സർവീസ് ഉള്ളൂ. ഈ കാണുന്ന ഈ ഒരു റൗണ്ടിങ്ങിലാണ് KSRTC ബസ് നിർത്തിയിടുന്നത്. നമ്മുടെ കാറും നമുക്കിവിടെ പാർക്ക് ചെയ്യാം. മുണ്ടക്കായെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. നമ്മുടെ കൊച്ചു മുണ്ടക്കായുടെ കൊച്ചു ബസ് സ്റ്റോപ്പാണ് നമ്മൾ ഈ കാണുന്നത്. മുണ്ടക്കായി ഒന്ന് നമ്മൾ ആ ഒരു സെൻറ്ററിലിരുന്ന് സറൗണ്ട് ചെയ്താൽ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാം. പാടികളുണ്ട്, അതുപോലെ തന്നെ തേയിലച്ചെടികൾ കാണാം. ഈ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ കയറി പോകേണ്ടത്. ആ മുൻപിൽ നമുക്കൊരു ട്രാക്ടർ കാണാം. പറിച്ച തേയിലകൾ ഇതാ ഇവിടെ ഒരു സൈഡിൽ കാണുന്ന ആ ബിൽഡിങ്ങിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. അതൊരു ചാക്കിൽ കെട്ടി ഈ ട്രാക്ടറിലാക്കിയിട്ട് താഴെ കാണുന്ന ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും പ്രോസസ്സിങ്ങിനായിട്ട്. അതിനുവേണ്ടി ഇപ്പോൾ അവർ നിറയ്ക്കുകയാണ് ട്രാക്ടറിലേക്ക്. അത് ലോഡ് കയറ്റിയാണ്. ആ ചാക്കിനകത്ത് ഇരിക്കുന്നത് തേയില ചെടികളാണ്. കണ്ടില്ലേ?
നമ്മളങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ മുൻപിൽ 2 റോഡ് കാണാം. ഈ റോഡ് ഓഫ് റോഡിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മുകളിൽ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട്, പ്രൈവറ്റ് എസ്റ്റേറ്റ്. ഓഫ് റോഡ് മഹേന്ദ്രയുടെയൊക്കെ ഓഫ് റോഡ് റൈഡിങ് നടക്കുന്ന ഏരിയ ആണ്. നമുക്ക് പിന്നീട് ഒരിക്കൽ ഒരു 4 വീൽ ജീപ്പുമായിട്ട് നമുക്കൊരു റൈഡ് ചെയ്യാം തീർച്ചയായിട്ടും. ചെമ്പ്രമല വിസിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ കണ്ടില്ലേ ഹാങ്ങിങ് സ്റ്റാൻഡ്. ഈ വഴിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. ഒരു കുന്ന് കയറി മുകളിലെത്തണം. മുണ്ടക്കായി ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമുണ്ട്. അമ്പലം ഫേമസ് ആകാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മലയുടെ മുകളിലാണ് അമ്പലം നിൽക്കുന്നത്. ഒത്തിരി അങ്ങ് നടന്ന് കയറി മുകളിൽ പോകണം. അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പലം ടോട്ടലായിട്ട് തന്നെ കാണാൻ പറ്റും. അമ്പലത്തിലേക്കുള്ള വഴിയാണ് നമ്മൾ ഈ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. കാറൊക്കെ പോകും കേട്ടോ, എന്നാലും നടന്ന് കയറുന്നതിൻ്റെ സുഖം കിട്ടില്ലല്ലോ. ആ താഴെ നമ്മളിപ്പം റൈറ്റ് സൈഡിലായിട്ട് കാണുന്നൊരു വഴി കണ്ടോ, അപ്പോൾ താഴെ തൂടെ പോകുന്ന വഴി, അതാണ് ഇപ്പോൾ ഓഫ് റോഡിന് വേണ്ടിയിട്ട് ജീപ്പൊക്കെ ആയിട്ട് ആളുകൾ പോകുന്നത്. അതിൻ്റെ മുകളിലൊക്കെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ഒരുപാട് ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് എസ്റ്റേറ്റാണ്, ഹാരിസൻ്റെ അല്ല, വേറെ എസ്റ്റേറ്റാണ്. നമ്മൾ മുണ്ടക്കൈ അമ്പലത്തിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുക. വണ്ടി പോകും കേട്ടോ, അത്യാവശ്യം കാറൊക്കെ നമുക്ക് നോക്കിയെടുത്തുകൊണ്ട് പോവാം, അടി തട്ടാനൊന്നുമില്ല. പക്ഷെ വേണ്ട, നമുക്ക് നടന്നു പോകുന്നതിൻ്റെ ഒരു ഭംഗി വേറെയല്ലേ. കണ്ടോ ബാക്കിലൊക്കെ എന്ത് രസമാണ്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എൻ്റെയർ മുണ്ടക്കൈ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചുരമല, മുണ്ടക്കൈ, അട്ടമല ആ ഭാഗമൊക്കെ കാണാൻ പറ്റും. ഈ അമ്പലത്തിൻ്റെ മുകളിൽ സ്ഥിരം ആന വരുന്ന അല്ല, അതും ആന വന്ന് അവിടുത്തെ കല്ലില്ലേ വിളക്ക് വെക്കുന്ന കല്ലൊക്കെ തകർത്തിട്ടിട്ടുണ്ട് ഒരുപാട് തവണ. ഓ, ആ പ്രതിഷ്ഠയില്ലേ, ആ വിളക്ക് വെക്കുന്ന ആ കല്ല്, അതൊക്കെ ആന തട്ടിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്ത് വിളക്ക് വെക്കുന്ന അല്ലേ. അതുപോലെ തന്നെ അവിടെ അമ്പലത്തിൻ്റെ ഭാഗങ്ങൾക്കൊക്കെ ആ ഓടൊക്കെ വലിച്ച് ഇടുക, ആ കോർണറൊക്കെ തട്ടിക്കളയുക, അങ്ങനെയൊക്കെ കലാപരിപാടികൾ ആനയുടെ വകയുണ്ട്. സ്ഥിരമായിട്ടുള്ളതാ, വർഷങ്ങളായിട്ടുള്ളതാ. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാ പറയുന്നത്. കിച്ചു ഈ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അമ്പലത്തിൽ? ഇടയ്ക്ക് വരും. ഓ, ഞാനാണ് വർഷങ്ങളായി, ഏതോ ഒരു കാലത്ത് വന്ന ഓർമ്മയേ ഉള്ളൂ. എന്തായാലും നമ്മുടെ വ്ലോഗിൻ്റെ ഭാഗമായിട്ട് ഒരിക്കൽ കൂടെ വരാൻ സാധിച്ചല്ലോ. അത് വന്നിട്ടുണ്ടോ? പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വരണം. നല്ല ഐശ്വര്യമുള്ള ക്ഷേത്രമാണ്, നല്ല ഫെയിം ആട്ടോ. ഇവിടെ വയനാട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. അമ്പലമുണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിലുള്ള വ്യൂ എന്ന് പറയുന്നത് അസാധ്യ വ്യൂ ആണ്, സാധ്യ വ്യൂ. റോഡൊക്കെ നവീകരിച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായി തന്നെ സിമെൻ്റ് ഇട്ട് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. വണ്ടിക്കൊക്കെ ഈസി ആയിട്ട് കയറിപ്പോകാം. നമ്മൾ വണ്ടി എടുത്തില്ല എന്നുള്ളൂ, കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകാമല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ എൻ്റെ കൂടെ. കിച്ചുവിൻ്റെ അച്ഛനൊരു ട്രാക്ടർ ഉണ്ട്. അപ്പം ഈ ഒരു അമ്പലത്തിൻ്റെ കയറ്റത്തിനെ സംബന്ധിച്ചിട്ട് കിച്ചുവിനൊരു കഥ പറയാനുണ്ട്. പറയിച്ചു. ഉത്സവത്തിൻ്റെ ടൈം ആകുമ്പോൾ ഇവിടെ കുടിവെള്ളത്തിന് ട്രാക്ടറിൽ വെള്ളം കൊണ്ടുവരും. അപ്പോൾ അവിടെ ഒരു വലി മുട്ടി ട്രാക്ടർ കയറായിട്ട് വലി മുട്ടി അത് ബാക്കോട്ട് വന്ന് മറന്നു. ഏത് ഈ ഇറക്കത്തിൽ? ഇറക്കം ഇത് നമ്മൾ ക്യാമറ കാണുന്നതല്ല, നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. ഇപ്പോൾ കിച്ചുവിൻ്റെ അച്ഛൻ്റെ ആ ട്രാക്ടർ അമ്പലത്തിലെ ഉത്സവത്തിന് വെള്ളം കൊണ്ടുവരുമായിരുന്നു. ബൂസർ വെച്ച് കയറുമായിരുന്നു. വലി മുട്ടിയിട്ട് ബ്രേക്കും ചവിട്ടിയിട്ട് കിട്ടിയില്ല. അതങ്ങനെ വന്നിട്ട് മറിഞ്ഞു എന്നാണ് പറയുന്നത്. പ്രശ്നമൊന്നുമില്ല, സേഫായിരുന്നു. ബട്ട് ട്രാക്ടർ ഏകദേശം തീരുമാനമായി. അപ്പോൾ അങ്ങനെയൊക്കെ എന്താ പറയുക, അപകടകരമായിട്ടുള്ള ഒരു സംഭവമാണ്. വണ്ടിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നടന്ന് കയറുന്നതായിരിക്കും നല്ലത്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കാഴ്ചകളും കാണാം, അതല്ല അതിൻ്റെ ഒരു സുഖം. ഈ ഒരു കാലാവസ്ഥയൊക്കെ ആസ്വദിച്ച് നടന്ന് കയറുമ്പോൾ വളരെ 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 ബോഡിക്കും നല്ലതാണ്, കണ്ണിനും നല്ലതാണ്. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, അമ്പലത്തിൻ്റെ ഏകദേശം ടോപ്പ് നമുക്ക് കാണാം. അവിടെ ഒരു ഗ്രൗണ്ട് പോലെയാണ്, അവിടെയാണ് അമ്പലം ഉള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കയറി പോകുമ്പോഴുള്ള വ്യൂ ആട്ടോ, നോക്കി നോക്ക്, നല്ല ഭംഗിയുള്ള വ്യൂ ആണ്, രസകരമായിട്ടുള്ള വ്യൂ ആണ്. അങ്ങോട്ടേക്കൊക്കെ നടന്ന് കയറില്ല അസാധ്യമാണ്. പുലി, ആന തുടങ്ങിയ എല്ലാ കാട്ടുമൃഗങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ പാർട്ടായതുകൊണ്ട് നമുക്ക് കണ്ടാസ്വദിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ട്രെക്കിംഗ് പോലുള്ള കാര്യങ്ങൾ ഇവിടെ അനുവദനീയമല്ല. കുറച്ച് ഏരിയ വരെയൊക്കെ ഓക്കെയാണ്, അങ്ങോട്ടേക്ക് പിന്നെ സമ്മതിക്കില്ല. ഓഫ് റോഡ് ഒരുപാട് നടക്കാറുണ്ട്. പെർമിഷൻ എടുത്തിട്ട് മഹേന്ദ്രയുടെയൊക്കെ ഓഫ് റോഡ് റൈസ് ചെയ്യില്ല, അതൊക്കെ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഞങ്ങൾ നടന്ന് കയറുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാം. അങ്ങ് ദൂരെ വെള്ളം ചാടുന്ന ആ സൗണ്ടൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഭംഗിയായിട്ട് കേൾക്കാം. കയറി വരുന്തോറും വ്യൂ കണ്ടോ, അസാധ്യ വ്യൂ ആണ്. മലനിരകളുടെ ആ ഒരു എന്താ പറയുക, വരച്ചു വെച്ച പോലെയുള്ള ആ ഒരു സ്ട്രക്ചർ കാണുമ്പം
ഫീൽ ഗ്രേറ്റ്. നേരത്തെ പറഞ്ഞില്ലേ നീർച്ചാൽ, ആ നീർച്ചാൽ അങ്ങ് ലോങ്ങിൽ കാണാം. ഞാൻ ഒന്ന് സൂം ചെയ്ത് തരാം. കണ്ടോ ആ ഒഴുകി വരുന്ന കണ്ടോ, വെള്ളം ഒഴുകി വരുന്ന അതാണ് നീർച്ചാൽ. അതുപോലത്തെ അത് വെള്ളം മഴ പെയ്ത് കഴിയുമ്പോൾ ശക്തിയായിട്ട് വെള്ളം വരുമ്പോൾ നല്ല രസമാണ്. അവിടെയൊക്കെ ഇങ്ങനെ നല്ല വൈറ്റ് കളറിൽ വെള്ളച്ചാട്ടം പോലെ നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ അത് കാണാൻ സാധിക്കും. കണ്ടോ അതിൻ്റെ ഒരു സൂമിങ് ആയിട്ടുള്ള വ്യൂ ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധ്യ ലുക്കാട്ടോ, സാധ്യ കാഴ്ച. നമ്മൾ ഓൾമോസ്റ്റ് മുകളിലേക്ക് എത്തി. അവിടെ നിന്നുള്ള കാഴ്ചയെ കണ്ട് നമുക്ക് തിരിച്ചു പോവാം. എനിക്ക് തോന്നുന്നു മുണ്ടക്കായി അട്ടമലയൊക്കെ കൂടെ എനിക്ക് ഈ ഒരു ഈ വ്ളോഗിൽ മാത്രം ഒതുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത്രത്തോളം ഉണ്ട് കാണാൻ. അത്രയും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള എനിക്ക് ഒരുപാട് എന്തൊക്കെയോ പറയാൻ തോന്നുന്നുണ്ട് ഈ ഏരിയയൊക്കെ കാണുമ്പോൾ. പഴയ കുട്ടിക്കാലത്ത് വന്നതല്ലേ, അന്നത്തെ ആ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമാണ്. ഞാനൊരു വ്യൂ കാണിച്ചു തരാം. ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും കുറേ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അട്ടമലയാണ് തോന്നുന്നത് അല്ലേ? നമ്മൾ അവിടുന്ന് ചൂരമലയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഏരിയ അട്ടമല എന്ന് പറയും. അത് നമ്മൾ ചൂരമല ടൗണിൽ ചെന്ന് പിന്നെയും ഡൈവേർട്ട് ചെയ്ത് പോകണം. ഞാൻ ആ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ ഇതാ കാണുന്ന, ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. അതാണ് ക്വാർട്ടേഴ്സ്, ഇവിടുത്തെ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ്. അങ്ങോട്ടേക്കുള്ള വഴി, ചെറിയ ചെറിയ കുന്നുകൾ കാണാം. മഞ്ഞ് മൂടിയത് കൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവാണ്. നമ്മൾ അങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഏകദേശം ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ബംഗ്ലാവാണ്. പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കെട്ടിയുണ്ടാക്കിയ ഇപ്പോഴത്തെ മാനേജേഴ്സ് താമസിക്കുന്ന ബംഗ്ലാവാണ്. യെസ്, അങ്ങനെ നമ്മുടെ മുണ്ടക്കായി അമ്പലത്തിൻ്റെ ടോപ്പിലെത്തി. ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമ്മൾ കുടജാദ്രിയിലൊക്കെ പോകില്ലേ, അവിടെയൊക്കെ ഒരുപാട് ആളുകൾ വന്നു പോകുന്നതുകൊണ്ടുള്ള ഫീല് വേറെയാണ്. ബട്ട് ഇവിടെയും അതുപോലെ ഒരു പ്രത്യേക ഐശ്വര്യം തോന്നുന്ന ഒരു അമ്പലമാണ്. ഫീൽ ഗുഡ്, ഫീൽ ഗ്രേറ്റ്. കണ്ടോ ഇതാണ് ആ അമ്പലം. ആനയൊക്കെ രാത്രി ഇറങ്ങാറുള്ള അമ്പലമാണ്. കാര്യം അത് ഫോറസ്റ്റിൻ്റെ പാർട്ടായതുകൊണ്ടാണ്. ഞാൻ അകത്തേക്ക് ക്യാമറ എടുത്ത് പോകുന്നില്ല, കാര്യം നമുക്ക് അലൗഡ് അല്ല. ഇവിടെയുള്ള കുറച്ച് സറൗണ്ടിങ് വ്യൂസ് നമുക്കൊന്ന് കാണാം. സൂപ്പർ 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 വ്യൂസാണ്. ആ ആകാശവും മലനിരകളും ആ കാടും ഒക്കെ ഒരു വേറെ തരത്തിലുള്ളൊരു ഫീലാണ്. ഒരു ഫീൽ ഗ്രേറ്റ്. ഒരു മനസ്സിനകത്തൊരു എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെയാണ് നമുക്ക് തരുന്നത്. നമ്മൾ വയനാട് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലിസ്റ്റിൽ മുണ്ടക്കായി കൂടെ ഉൾപ്പെടുത്തണം. അത് മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് മുണ്ടക്കായി. കണ്ടോ ഇതാണ് നമ്മൾ കയറി വന്ന വഴി. മുണ്ടക്കായി അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ്. ഇവിടെ കയറി വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ബാക്കിൽ കാണുന്നത്. നമ്മുടെ നീൽഗിരി ഹിൽസിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ പാർട്ടാണ് ഈ വളഞ്ഞു കിടക്കുന്ന മലനിരകൾ. ഇതിൻ്റെ അപ്പുറം വേറെ നമ്മൾ എത്രയോ വളഞ്ഞു ചുറ്റി പോകുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളാണ് ഈ മല കഴിഞ്ഞ് അപ്പുറം ഉള്ളത്. ഇവിടെ നിന്ന് നിലമ്പൂരേക്കുള്ള റോഡൊക്കെ ഉണ്ട്, വെറും 13 കിലോമീറ്റർ ഉള്ളൂ. അതൊക്കെ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞാൽ ഇന്ന് ചൂരൽമല അട്ടമല എന്ന് പറയുന്ന ഒരു ഏരിയ അത്രത്തോളം ഡെവലപ്പ് ആകും. ഈ ഒരു എന്താ പറയുക നോർമൽ ഏരിയ എന്ന് വേറെ ലെവലിലേക്ക് അത് പോകും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഭംഗിയുള്ള ക്ലൈമറ്റും കാഴ്ചയൊക്കെയാണ് നമ്മുടെ ഈ ബാക്ക് സൈഡിൽ കാണുന്നത്. നോക്കി നോക്കി ഒന്ന് ചുറ്റി കണ്ടു നോക്ക് എന്ത് ഭംഗിയാണ്. ഓസം വ്യൂ ഫ്രണ്ട്സ്, ഓസം വ്യൂ. നമുക്കൊന്നും പറയാൻ സാധിക്കില്ല, അത്രയ്ക്ക് ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വന്നാൽ. മഴ പെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇടുക്കാശി ഇവിടെ വന്നു കഴിഞ്ഞാൽ മഴയുള്ള ഒരു ടൈമിലൊക്കെ അത്രയ്ക്ക് ഫീൽ ഗുഡായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. നിങ്ങൾ മൺസൂൺ കാലത്തും വരണം, നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ആ ടൂറിസ്റ്റ് സമയത്തും വരണം ഈ മുണ്ടക്കായി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ്, ചൂരൽമലയിലെ മുണ്ടക്കായി എന്ന സ്ഥലത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് ഇനിയും പോവും, അട്ടമല എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് പോവും. ഇത് മാത്രമല്ല, ഇവിടെ കാണാൻ ഇനിയും ഉണ്ട്, ഒരുപാട് ഏരിയ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടൊക്കെ ഉണ്ട് ആ മലമുകളിലൊക്കെ ആയിട്ട്. നമുക്കൊരു ദിവസം അങ്ങോട്ടേക്ക് പോവാം. അവരാരും ഇപ്പം അവൈലബിൾ അല്ല, ഒരു ദിവസം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നെക്സ്റ്റ് നമുക്ക് അട്ടമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം. ഓക്കെ.